ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ കീം എക്സാമിന് മുമ്പുള്ള ഫസ്റ്റ് മോക്ക് എക്സാം ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സോ ആ മോക്ക് എക്സാമിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വെച്ചിട്ടാണ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ എക്സാമിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എക്സാമിൻ്റെ മുമ്പ് ചാപ്റ്റേഴ്സ് കുഴപ്പമില്ലാണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ക്വസ്റ്റ്യൻസൊക്കെ കുഴപ്പമില്ലാണ്ട് PYQs കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്നിട്ട് ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് വിചാരിച്ചത് ബ്രില്യൻറ്റിൻ്റെ എക്സാമും കുറച്ച് ടഫാവും എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സാമിന് അപ്രോച്ച് ചെയ്തത്. ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും 2 ദിവസം മുമ്പാണ് റിവൈസ് ചെയ്തത്. എക്സാമിൻ്റെ 2 ദിവസം മുമ്പാണ് റിവൈസ് ചെയ്തത്. എക്സാമിൻ്റെ തലേന്നും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം മാത്സാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, മാത്സിനാണ് അങ്ങനെ ടൈം പോയത്. പിന്നെ ഫസ്റ്റത്തെ മോക്ക് എക്സാം ആയതുകൊണ്ട് അതിൻ്റെ ടൈം കാര്യങ്ങൾ രാത്രി പറഞ്ഞത് 8 മണിക്കാവും എന്നുള്ളത്. ഞാൻ കുറച്ച് ഉച്ച ടൈമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. ആ ടൈമിലൊന്നും കൂടി റിവൈസ് ചെയ്ത് എഴുതാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് പറ്റിയില്ല. സോ എക്സാമിൻ്റെ കയറിനാട്ടി മുമ്പ് ഞാൻ വിചാരിച്ചു ബ്രില്യൻറ്റിൻ്റെ എക്സാം കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ലെവലുള്ള എക്സാമൊക്കെ ആവും. അതായത് കീമാണെങ്കിൽ കൂടി ഒന്നും കൂടി ഒരു കുറച്ചുകൂടി ടഫായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി എക്സാമിൻ്റെ ശേഷമുള്ള കാര്യം പറയുകയാണെങ്കിൽ എക്സാം ഈസി ആയിരുന്നു. ഈസി ലെവൽ എക്സാം ആയിരുന്നു. ഈസി ടു മോഡറേറ്റ് ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. ഫിസിക്സിൽ എൻ്റെ ഒരുപാട് സമയം ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ടോട്ടൽ ഒരു 78 ക്വസ്റ്റ്യൻസാണ് അറ്റൻഡ് ചെയ്തത്. മാത്സ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മാത്സ് ലാസ്റ്റ് ടൈം എത്താത്തതുകൊണ്ട് കുറേയൊക്കെ നോക്കിയിട്ട് സിമ്പിളായിട്ട് ഇൻഇക്വാളിറ്റിയുടെ ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. സ്കോർ വന്നത് 61 അറ്റൻഡ് ചെയ്തു. 78 അറ്റൻഡ് ചെയ്തു. അതിൽ 61 കറക്റ്റായി, 17 റോങ് ആയി. ഓക്കെ, സോ ടോട്ടൽ സ്കോർ വന്നിരുന്നത് 221 എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, അത്രയായിരുന്നു എൻ്റെ സ്കോർ വന്നിട്ടുണ്ടായിരുന്നു. ഫിസിക്സിന് ഒരുപാട് ടൈം പോയി. ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തെടുക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ ടൈം ഇരുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. പെട്ടെന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒന്ന് ചെയ്തെടുത്തിട്ട് പിന്നെ അങ്ങനെ മാത്സും കഴിഞ്ഞിട്ട് രണ്ടാമത് അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു. സോ അതായിരുന്നു ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞ്. കെമിസ്ട്രി ഒക്കെ കുറേ അറിയണതായിരുന്നു. പക്ഷേ ഓർഡർ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. സോ അങ്ങനെയൊക്കെ ഉണ്ടായത്. സോ ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 8-ാം തീയതി അല്ലേ? 8-ാം തീയതിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. 7-ാം തീയതി ഇന്നലെ ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ ഞാൻ എന്താ പറയുക, എക്സാമിൻ്റെ തലേന്ന് സ്റ്റഡി വിത്ത് മീ ലൈവ് പോയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ ഒന്ന് ഫോൺ നോക്കിയിരുന്നു. പിന്നെ ഞാൻ കിടന്നപ്പോൾ ഞാൻ ഉറക്കം റെഡി ആയില്ല. പിന്നെ നേരത്തെ എണീക്കും ചെയ്തു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഉറക്കം റെഡി ആവാത്തതുകൊണ്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് പഠിച്ചില്ല. എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിച്ചിട്ടില്ല. ഇന്നലെ 10:30 ആകുമ്പോഴത്തേനും ഭയങ്കര ഉറക്കം ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ചെറിയ പണി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ 10:30 ആകുമ്പോഴത്തേനും ഉറക്കം വന്നു. പിന്നെ ഞാനാണ് കിടന്നു. പിന്നെ എണീക്കുമ്പോൾ 8 മണിയൊക്കെ ഉണ്ടായിരുന്നു. സോ അത് 8 മണിക്ക് എണീച്ച് കഴിഞ്ഞ് ചായ കുടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് നാളത്തെ എക്സാം, അതായത് കീമിൻ്റെ മോക്ക് എക്സാം ഒരെണ്ണം കൂടി ഉണ്ട്. സോ ആ എക്സാം കൂടി അറ്റൻഡ് ചെയ്യണം. അത് നാളെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇന്നത്തെ വ്ളോഗ്സ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എക്സാമിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ. വിചാരിച്ച പോലെയാണ്. ഒന്നുകൂടി നല്ല സ്കോർ അടുത്ത എക്സാമിൽ വാങ്ങാം. എനിക്കൊരു 450 ഒക്കെ റേഞ്ചിൽ മാർക്ക് എത്തിക്കണം. ടൈം മാനേജ്മെൻറ്റാണ് സീന്, സെറ്റാക്കണം. സോ ഇതാണ് എക്സാമിൻ്റെ ഫസ്റ്റ് റിവ്യൂ പറയാനാണെങ്കിൽ. സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.